ഗോബി 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കോളിഫ്ലവർ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടലമാവ്, അതേ അളവിൽ തന്നെ കോൺഫ്ലോർ, കോളിഫ്ലവർ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. മാവ് ഒരുപാട് തിക്കാവണ്ട, അതുപോലെ ഒരുപാട് ലൂസ് ആവണ്ട. ഇതേപോലത്തെ കൺസിസ്റ്റൻസി മതി. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. കോളിഫ്ലവർ ഇതേപോലെ ചെറിയ പൂക്കളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വയ്ക്കുക. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ കോളിഫ്ലവറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ടിട്ട് 1 മിനിറ്റ് നേരം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിള വന്നതിന് ശേഷം 1 മിനിറ്റ് നേരം വെച്ചാൽ മതി. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് ചൂടാവുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കുക. നമുക്ക് ഒന്നൊന്നായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മുക്കി വറുത്തെടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഇനി ഇതിപ്പോൾ നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നന്നായിട്ട് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കണം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ലൈറ്റ് ബ്രൗൺ കളറ്, നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. അതുവരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഇതങ്ങനെ എണ്ണയൊന്നും കുടിക്കില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എണ്ണയിൽ തന്നെ വറുത്തെടുക്കാം. കോളിഫ്ലവർ എല്ലാം വറുത്തെടുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഒരു 3 പച്ചമുളക് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ പച്ചമുളക് കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് വറുത്തെടുത്താൽ, ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് എണ്ണ മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ വറുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ടൊമാറ്റോ സോസ് ഒരു 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അധികം നേരമൊന്നും വേണ്ട, കുറച്ച് നേരം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല കളറ് കിട്ടും. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സോസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം മീഡിയത്തിന് താഴെ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതേപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് യോജിച്ച് വരണം. ഇത്രയുള്ളൂ, നമ്മുടെ ഗോബി 65 റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.